നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ഈ പകൽ സമയം ഇവിടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ കർത്താവിനെ സ്തുതിപ്പാനും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിപ്പാനും ഒക്കെ ദൈവമിടയാക്കിയല്ലോ. നമ്മെ ദൈവം ഒരുമിച്ച് കൂട്ടി വരുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. വന്നുചേർന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വന്ദനം. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമയം വേർതിരിക്കാൻ കഴിയുമെന്നാൽ അതിനു മുമ്പായിട്ട് അല്പസമയം ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനായിട്ട് ഞാൻ സമയം വേർതിരിക്കുകയാണ്. പ്രാരംഭമായിട്ട് അല്പസമയം ദൈവവചനം ധ്യാനിച്ച ശേഷം വീണ്ടും സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം നമുക്ക് എടുക്കാവുന്നതാണ്. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ തിരുവചന ഭാഗത്ത് നിന്ന് അല്പമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ വളരെ പ്രായം ചെന്ന അല്ലെങ്കിൽ തന്റെ കൂടാരമാകുന്ന ഭവനം അഴിയപ്പെടുന്ന ആ പ്രത്യേക സമയത്തോടടുത്ത് ഏറ്റവും ഒരുപക്ഷെ തന്റെ അവസാനത്തെ ലേഖനമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പത്രോസ് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നതാകുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പത്രോസിന്റെ 1ഉം 2ഉം ലേഖനങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ ലേഖനത്തില് പ്രധാനമായിട്ട് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ളതാകുന്ന അവര് നേരിടുന്നതാകുന്ന പ്രയാസങ്ങളിൽ അവര് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടുള്ള ആ ഒരു പ്രബോധനമാണ് പ്രധാനമായിട്ട് കാണുന്നത്. 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ള വിഷയം കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ ഫോൾസ് പ്രോഫറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലേ കൈവച്ച ആലോചന പറയുന്നവരെ കുറിച്ചല്ല പത്രോസ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളവർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ്. അങ്ങനെയുള്ളവരെയാണ് കള്ളപ്രവാചകന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് കള്ളപ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ കൂട്ടരെ കുറിച്ച് മാത്രമല്ല, നേരെ മറിച്ച് അങ്ങനെ കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് പറയുന്നവരെ കുറിച്ചും കൂടെ ഉൾപ്പെടുത്തിയാണ് അത് പറഞ്ഞേക്കുന്നത്. തെറ്റായ ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച്. അങ്ങനെ തെറ്റായ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് എങ്ങനെ ദൈവജനത്തിന് അവരെ അവരുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് അപ്പോസ്തലനാകുന്ന പത്രോസ് ഈ ലേഖനത്തില് തന്റെ ഓഡിയൻസിനോട് പറയുന്നത്. പ്രധാനമായിട്ട് അതുകൊണ്ട് വളരെ കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും ദൈവകൃപയിലും ഒരുവൻ വളരുകയാണെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കുവാനായിട്ട് അവന് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവകൃപയിൽ വളരുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുകയും ചെയ്യണം. അതായത് നമ്മൾ നിഷ്കളങ്കരായിട്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന കാപട്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിനെ മനസ്സിലാക്കുവാൻ, അതിനെ തിരിച്ചറിയുവാൻ, അതിനെ ഒഴിവാക്കുവാൻ കഴിയുന്നത് ദൈവകൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ആ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് പത്രോസിന്റെ ലേഖനത്തിൽ, 2-ാമത്തെ ലേഖനത്തില് പത്രോസ് പ്രധാനമായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന ഈ തിരുവചന ഭാഗവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
പലപ്പോഴും ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ സന്ദർഭങ്ങളിലും അപ്പോസ്തലന്മാര് ലേഖനങ്ങളിൽ കൂടെ ഒക്കെ ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നത് ദൈവഭക്തിയില് അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദൈവിക വിഷയമായിട്ട് സമ്പന്നത പ്രാപിക്കുന്ന ബലപ്പെടുന്നതിനെ കുറിച്ചാണ് ലേഖനങ്ങളിൽ ഉടനീളം കാണുന്നത്. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാകുന്ന കാര്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ, ഈ പ്രവചന വരങ്ങളും ഒക്കെ തന്നെ ഈ ലക്ഷ്യത്തോടെ ആയിരിക്കണം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടല്ലേ പ്രവചനം പ്രബോധനത്തിലും ആശ്വാസത്തിനും ആത്മീക വർധനവിനും വേണ്ടിയിട്ടാണ്. കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും ദൈവകൃപയിൽ നമ്മിൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവചനപരവും എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങളും. അതെല്ലാം തന്നെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭൗതികമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആത്മീയമാകുന്ന കൃപാവരങ്ങളെ ദൈവം തന്നിരിക്കുന്നത്, ദൈവവചനം തന്നിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഇതൊന്നും തന്നെ അതിനു വേണ്ടിയിട്ടല്ല. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനാണ്, ദൈവകൃപയിൽ നമ്മൾ വർദ്ധിച്ചു വരുവാനാണ്. അതിക്കുറഞ്ഞ ഒന്നല്ല. അതിക്കുറഞ്ഞത് അതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം അതിനെ മനസ്സിലാക്കുവാൻ. അപ്പോൾ ആ കാര്യമാണ് പത്രോസ് പ്രധാനമായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന ഈ തിരുവചന ഭാഗം നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കാം. അവിടെ നമ്മള് പത്രോസ് അപ്പോസ്തലന് ഈ ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കർത്താവിന്റെ വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്, കർത്താവിന്റെ ദിവ്യ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദിവ്യ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് താൻ പറയുകയാണ്. ദിവ്യ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ തിരുവചന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ തന്നെ, ദൈവം നമ്മെ വിളിച്ചപ്പോൾ തന്നെ അവിടുത്തെ ആ ദിവ്യമാകുന്ന ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നെ ദാനമായിട്ട് തന്നു. അപ്പൊ കർത്താവിന്റെ വിളിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം തന്നിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മളത് അല്പമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് അവന്റെ ദിവ്യശക്തി ജീവന് വേണ്ടിയതൊക്കെ തന്നിട്ടുണ്ട്. ആ ജീവന് വേണ്ടിയതും ഭക്തിക്ക് വേണ്ടിയതും അവന്റെ ദിവ്യശക്തി തന്നിരിക്കുന്നു. അപ്പോ ജീവന് വേണ്ടി കർത്താവ് തന്നെങ്കിൽ, അതായത് ജീവനെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നതാകുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജീവനെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ആ നിത്യജീവനെ കുറിച്ചാണ് സത്യത്തിൽ അവിടെ അർത്ഥമാക്കുന്നത്. നിത്യജീവൻ. അപ്പൊ കർത്താവ് നമ്മെ വിളിച്ചതുകൊണ്ട് നമുക്കറിയാം, നമ്മള് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പൊ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ കർത്താവ് വിളിച്ചതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ജീവൻ കിട്ടി. ആ ജീവൻ കിട്ടിയത് എന്തുകൊണ്ടാ? അവിടുത്തെ ദിവ്യ ശക്തി നിമിത്തമാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ ശക്തിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായം അവന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം ദൈവത്തിന്റെ ശക്തിയാണ് യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്. ദൈവത്തിന്റെ ശക്തിയാണ്. അതുപോലെ തന്നെ എന്നിട്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആ അത്യന്തം പരമാകുന്ന ശക്തിയാണ് നമുക്ക് ജീവൻ കിട്ടുവാൻ, നമ്മൾ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ദൈവത്തിന്റെ അത്യന്തപരമാകുന്ന ശക്തിയാണ്. ആ ശക്തിയാലാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തത്? ജീവിപ്പിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ടാണ്, അല്ലെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടും നമുക്ക് ജീവൻ തരുവാൻ കർത്താവിന് പ്രസാദമായതുകൊണ്ടുമാണ് നമുക്ക് ഈ ജീവൻ ദൈവത്തിന്റെ ശക്തിയാൽ ലഭിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ കർത്താവിന്റെ വിളിയാൽ നമുക്ക് ജീവൻ ലഭിച്ചെന്ന് മാത്രമല്ല, അല്ലെ നമ്മൾ വീണ്ടും ജനിച്ചെന്ന് മാത്രമല്ല, പിന്നെ എന്തുകൂടെ ആ വിളിയാൽ, ആ ദിവ്യശക്തിയാൽ നമുക്ക് ലഭിച്ചു? ഭക്തിക്ക് വേണ്ടത് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മളെ ജീവിപ്പിച്ചെന്ന് മാത്രമല്ല, നമ്മളെ മരിച്ചവരായിരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് നിത്യജീവൻ കിട്ടിയെന്ന് മാത്രമല്ല, നിത്യജീവൻ എന്നുള്ളത് 1-ാമത്തെ പടിയാണെങ്കിൽ അതിന് തുടർന്നുള്ള കാര്യത്തിന് വേണ്ടതും ദൈവം എന്ത് ചെയ്തു? നമുക്ക് നൽകി തന്നു. ഭക്തിക്ക് വേണ്ടത് കർത്താവ് നൽകി തന്നു. ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ വചനം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഭക്തി എന്നുള്ളത്, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗോഡ് സെന്റേർഡ്നെസ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നമ്മളായിരുന്നു, നമുക്ക് ചുറ്റും നമ്മുടേതാകുന്ന കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്ക് ജീവൻ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ദിവ്യശക്തി, അവിടുത്തെ വിളിയാൽ അവിടുത്തെ ശക്തി ലഭിച്ചതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളല്ല, ഇപ്പം ദൈവത്തിന്റെ താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങളാകുന്ന ദൈവ കേന്ദ്രീകൃതമാകുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വന്നു. പത്രോസ് അതാ പറയുന്നത്. ആ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി ഒന്നുമല്ല രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേവലം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ രക്ഷിച്ചത്. അത് പ്രാഥമികമാകുന്ന കാര്യമാണെങ്കിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം അതല്ല. കർത്താവ് നമുക്ക് ജീവൻ തന്നപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടത് ആ ദിവ്യശക്തി നമുക്ക് തന്നേക്കുക. കർത്താവിന്റെ ദിവ്യശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ തിരിച്ചറിയേണ്ടത്? നമുക്കറിയാം, എബ്രായ ലേഖനത്തില് സകലത്തെയും അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ദിവ്യശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ദിവ്യശക്തിയെ കുറിച്ച് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന അല്ലെ സൃഷ്ടിക്കുന്ന ശക്തി എന്ന് വേണ്ട നമുക്ക് എത്രയെല്ലാം കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അതായത് നമ്മൾ ദൈവഭക്തരായി ജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ തന്നെ ആ വിളിയിൽ ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിപ്പാനുള്ള ശക്തിയുടെ ഉൾക്കൊള്ളിച്ച ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അങ്ങനെ ദൈവം നമുക്ക്
ഈ പ്രൊവിഷൻ തന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആയിത്തീരാൻ കഴിയാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അപ്പോഴേ അത് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഈ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് തന്നിരിക്കുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളെ ഒഴിവുള്ളവരാക്കുന്നില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുന്നു. ആ വിലയേറിയ വാഗ്ദത്തങ്ങളാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനായിട്ട് ഇടവരുന്നു. അപ്പോ അതാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. ആ വിലയേറിയ വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ വാഗ്ദത്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവം തന്നേക്കുന്ന വാഗ്ദത്തങ്ങൾ എന്താ? ദൈവം നമ്മെ തന്നേക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം തന്നെ നമ്മുടെ നിത്യജീവനോട് ബന്ധപ്പെട്ടാണ് ദൈവം വാഗ്ദത്തങ്ങളെ തന്നേക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും ഈ പഴയ നിയമത്തില് ഈ ഭൗതികമാകുന്ന ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത കാര്യങ്ങളുടെ ആ ഒരു കണ്ണാടി വെച്ചാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കാണുന്നത്. പക്ഷെ സത്യത്തിൽ പഴയ നിയമത്തിൽ ആ ഭൗതികമാകുന്ന കാര്യങ്ങൾ പോലും തന്നെ ആത്മീയമാകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നെന്നുള്ളത് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. കാരണം പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ആത്മീകമാകുന്ന വിഷയങ്ങളെയാണ് എംഫസൈസ് ചെയ്തേക്കുന്നത്. ഉദാഹരണത്തിന് അബ്രഹാമിനെ വിളിച്ചെന്നും അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തെന്നും ഒക്കെ പറയുമ്പോൾ അതിന്റെ ശരിയായ വ്യാഖ്യാനം നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിലാണ്. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം എന്താണെന്നും അതിന്റെ ശരിയാകുന്ന അർത്ഥം നമ്മളോടുള്ള ബന്ധത്തിൽ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിന്റെ വെളിച്ചത്തില പുതിയ നിയമത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല. പുതിയ നിയമമാണ് ആ സമ്പൂർണമാകുന്ന യേശുക്രിസ്തുവിലുള്ളതാകുന്ന വെളിപ്പാട്. അതിലാണ് നമ്മൾ പഴയ നിയമത്തിലെ കാണേണ്ടത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാരൊക്കെ കണ്ടത്. അതുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തില് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ കുറിച്ചൊക്കെ അവസാനം പറഞ്ഞേക്കുന്നത് അത് അവനെ ഓർത്ത് മാത്രമല്ല നമ്മളെ കൂടെ വിചാരിച്ചുകൊണ്ട്. എന്നിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത് എന്താ? അതിന്റെ പ്രസക്തി എന്താ? വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം. അപ്പോ ആ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നീതീകരണമുണ്ട് എന്ന കാര്യം തെളിയിക്കാനാണ് അബ്രഹാമിന്റെ കാര്യമൊക്കെ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് ഈ ഭൂമിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകരുത്. ഭൂമിയിലെ കാര്യങ്ങൾ വേണ്ടാന്നോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ അതൊന്നുമല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊന്നുമല്ല വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം തന്നേക്കുന്ന വാഗ്ദത്തം എന്താ? കർത്താവ് തന്നേക്കുന്ന വാഗ്ദത്തങ്ങൾ എത്ര മഹത്തായിട്ടുള്ളതാണ്. കർത്താവ് പറഞ്ഞേക്കുന്ന വാഗ്ദത്തങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴേ കർത്താവ് പറയുന്നത് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ പൂവിനെ നോക്കുവിൻ. എന്നിട്ട് ആകാശത്തിലെ പറവുകളെ കുറിച്ചും വയലിനെ പൂവിലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞേച്ച് ഇവയൊക്കെ കർത്താവ് ചമയിക്കുകയും അവയ്ക്ക് വേണ്ടി കരുതുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ്. അപ്പൊ നമ്മള് എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്. പ്രിയമുള്ളവരെ, എനിക്കിത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് യേശു കർത്താവ് വന്ന് പറഞ്ഞെങ്കിൽ യേശു കർത്താവിന്റെ ആത്മാവ് വന്നിട്ട് പറയുമോ 7-ാം മാസം 10-ാം ദിവസം ഇന്നത് കിട്ടും, പിന്നെ അതിനെക്കുറിച്ചുള്ള വിചാരമായി എന്നും അതിനെക്കുറിച്ച് എനിക്കിതങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്നത് വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്തിനാ വിചാരപ്പെടുന്നേ? സ്വർഗത്തിലെ അപ്പച്ചൻ അതിനെ കരുതുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്തിനാ വിചാരപ്പെടുന്നത്? 10-ാം മാസം 20-ാം ദിവസം ഇന്നേ എന്തിനാ തല ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? എന്താ സംഭവിക്കട്ടെ, നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, അതോടുകൂടി ഇതൊക്കെ തരാമെന്ന് വാഗ്ദത്തം ഉണ്ടല്ലോ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമ്മളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ദൈവവചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിങ്ങനെയാണ് മറ്റൊരു വാഗ്ദത്തം: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല, ഇഷ്ടം നിവർത്തിക്കുകയില്ല. അപ്പൊ നമ്മള് ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല, ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. അതൊരു വാഗ്ദാനമാണ്. ആ ദിവ്യശക്തി നമുക്ക് തന്നേക്കുക. പക്ഷെങ്കിൽ അതിനകത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ആ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കാൻ തുടങ്ങണം. ആത്മാവ് പറയുന്നത് കേട്ടനുസരിക്കുന്ന ഒരാൾക്കാണ് എന്തുള്ളത്? ജഡത്തിന്റെ മോഹം അവൻ എന്ത് ചെയ്യില്ല? നിവർത്തിക്കുകയില്ല. അല്ലാത്തൊരു നിവർത്തിക്കുക. അപ്പൊ ദിവ്യശക്തി നമുക്ക് വേണ്ടത്, ജീവനും ഭക്തിക്കും വേണ്ടത് തന്നേക്കുക. ആ വിളിയിൽ നമുക്ക് തന്നിരിക്കുകയാ. പക്ഷെങ്കിൽ പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ആ വാഗ്ദാനം നമ്മൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയായും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുഗാമികൾ നമ്മൾ എന്തായിത്തീരണം? ആയിത്തീരണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമോ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അതൊരു വാഗ്ദത്തമാണ്. മറ്റൊന്ന്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. എത്ര വിലയേറിയ വാഗ്ദത്തങ്ങളാ ദൈവം പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം വിലയേറിയതാണ്. അതുപോലെ തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ 3:3, കർത്താവോ വിശ്വസ്തൻ, അവനെന്ത് ചെയ്യും? ആ ദുഷ്ടൻ നിങ്ങളെ തൊടാതെ വണ്ണം കർത്താവ് എന്ത് ചെയ്യും? നിങ്ങളെ കാത്തുകൊള്ളും. കർത്താവ് വിശ്വസ്തൻ. അതുപോലെ നമ്മള് കൊരിന്ത്യരുടെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിങ്ങനെയാണ്: നിങ്ങള് പരീക്ഷയിൽ അകപ്പെടുമ്പോൾ അതിങ്ങനെയാണ്: കർത്താവോ വിശ്വസ്തൻ, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും നിങ്ങൾക്ക് തരുന്നു. നോക്കണം. അപ്പൊ അങ്ങനെ എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹീതമാകുന്ന വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെ ആ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ഈ പത്രോസിന്റെ ലേഖനം തന്നെ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ, അത് നിമിത്തം, ഏത് നിമിത്തം? നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ നമ്മെ വിളിച്ചവന്റെ ആ വിളിയാൽ അവിടുത്തെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട് അത് നിമിത്തം നിങ്ങൾ ഇന്നതിനോട് ഇന്നത് കൂട്ടേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു വേണ്ടി ദൈവാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഒരുക്കമുള്ളവർക്കാണ് എപ്പോഴും ഈ വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തില് പ്രായോഗികമായിട്ട് തീരുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ആകട്ടെ, നമുക്ക് അല്പം കൂടെ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ദൈവവചന ധ്യാനം അവസാനിപ്പിക്കാം. അവിടെ നമ്മള് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ കർത്താവ് ദാനം ചെയ്തിരിക്കുന്നുവെങ്കിലും ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്? അതിനുള്ള മാധ്യമം എന്താ? അതിനുള്ള മാധ്യമമാണ് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അതായത് നമ്മൾ കർത്താവിനെ
അറിയുന്നതിനാലാണ്, കർത്താവിനെ നമ്മൾ അറിയുന്നതിനാലാണ് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന, അല്ലെ ആ വിളിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് എന്തിനാലാണ്? കർത്താവിന്റെ പരിജ്ഞാനത്താൽ. ഞാനത് വിശദമാക്കാം. കർത്താവിന്റെ പരിജ്ഞാനത്താൽ എന്ന് പറയുമ്പോഴെന്താ അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ. ഈ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പം, നമുക്ക് എല്ലാവർക്കും അത് എല്ലാം അറിയാവുന്ന ഒരു കാര്യം. നമുക്ക് പലപ്പോഴും അറിയാവുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത്. അത് നിശ്ചയമായിട്ടും ശരിയാകുന്ന കാര്യമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് നിത്യജീവൻ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ടും, കർത്താവ് നമ്മുടെ ജഡശരീരത്തില്, അല്ലെങ്കിൽ നമ്മുടെ പാപ നിറഞ്ഞതാകുന്ന ഈ ജഡശരീരത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് മരിച്ചത്. എന്നാല് നമ്മൾ പലപ്പോഴും ഈ അത്രയുമൊക്കെ കൊണ്ട് അങ്ങ് തൃപ്തരാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്താലുള്ള മോഹം വിട്ടൊഴിയാനായിട്ട് കഴിയുന്നത്? ആ കാര്യമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ആ കാര്യമാണ് പറയുന്നത്. അത് മറ്റൊന്നിനാലുമല്ല. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. മലയാളം വേദപുസ്തകത്തിലെ ആ പദപ്രയോഗം എനിക്ക് തോന്നേ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വ്യക്തമാകുന്ന ഒരാശയം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ത്രൂ അവർ നോളജ് ഓഫ് ഹിം. ത്രൂ അവർ നോളജ് ഓഫ് ഹിം. അതൊന്നുകൂടെ വ്യക്തമാണ്. വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം ആവില്ല. എന്നാൽ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. ത്രൂ അവർ നോളജ് ഓഫ് ഹിം. അപ്പം കർത്താവിനെ നമ്മൾ അറിയുന്നതിനാലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ദൈവഭക്തി നമ്മിൽ വർദ്ധിക്കുന്നത്. കർത്താവ് വാഗ്ദാനം ചെയ്ത ആ സമൃദ്ധിയാകുന്ന ജീവനും ദൈവകേന്ദ്രീകൃതമാകുന്ന ഒരു ജീവിതവും, അല്ലെ ദൈവഭക്തിയുള്ള ഒരു ജീവിതവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് ത്രൂ അവർ നോളജ് ഓഫ് ഹിം. യേശുവിനെ നമ്മൾ അറിയുന്നതിനാലാണ് ഈ കർത്താവ് അവിടുത്തെ വിളിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന, അല്ലെ ആ വിളിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ദിവ്യശക്തിയാൽ നമുക്ക് ലോകത്തിന്റെ മോഹത്താലുള്ള ആ നാശം വിട്ടൊഴിഞ്ഞ് ആ നിലയിൽ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നതിന് കാരണം, അതിന്റെ രഹസ്യം നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയുന്നതിനാലാണ്. കർത്താവിനെ അറിയണം. കർത്താവിനെ അറിയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ കർത്താവിനെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമെന്നുള്ളത് എല്ലാ ദിവസവും ഈ സുവിശേഷങ്ങൾ വായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടും പിന്നീടാണ് എനിക്ക് അതിന്റെ ആവശ്യകത പിന്നീടാണ് എനിക്ക് മനസ്സിലായതെങ്കിലും, എങ്ങനോ ആദ്യം തൊട്ടേ ദൈവാത്മാവ് അവിടുത്തെ കൃപയാല് എനിക്ക് തന്നതാകുന്ന ഒരു പ്രേരണ അനുസരിച്ച് എന്റെ ഈ ദൈവവചന പാരായണത്തിന്റെ ഒരു ഭാഗം എന്നുള്ളത് സുവിശേഷങ്ങളായിരിക്കും. എല്ലാ ദിവസവും
വർഷത്തിലെ എല്ലാ ദിവസവും സുവിശേഷത്തിൽ നിന്ന്, ഈ 4 സുവിശേഷങ്ങളിൽ നിന്ന് ഒരു ഭാഗം ധ്യാനിച്ചിരിക്കും എല്ലാ ദിവസവും. അതെനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും പണ്ടില്ലായിരുന്നു. പക്ഷെ അന്നേ എന്തുകൊണ്ടോ ദൈവത്തിന്റെ കൃപയാല് അങ്ങനൊരു നിഷ്ഠയിലേക്ക് ദൈവം എന്നെ നടത്തി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാം. സുവിശേഷങ്ങളിൽ ആണ് യേശുക്രിസ്തു ആരാണെന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. വേറൊന്നും നമ്മൾ വായിക്കുന്നില്ല. ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളാണ്, കർത്താവിന്റെ ജീവിതത്തിന്റെ വിശദീകരണങ്ങളാണ് ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ ജീവിതവും അവിടുത്തെ ഉപദേശത്തിന്റെയും വിശദീകരണങ്ങളാണ്. എന്നാൽ കർത്താവ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സുവിശേഷങ്ങളിലാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രാഥമികമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ. നിശ്ചയമായിട്ടും നമുക്ക് ആ ദൈവം നമ്മെ രക്ഷിച്ചതുകൊണ്ടും ആത്മാവിനാലുള്ള വീണ്ടും ജനന അനുഭവം നമ്മിൽ നടന്നതുകൊണ്ടുമാണ് നമ്മൾ കർത്താവിനെ അറിയുന്നത്, നമ്മൾ ദൈവത്തെ അറിയുന്നത്. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ആ ഇനീഷ്യലായിട്ടുള്ള നമ്മുടെ രക്ഷകനെന്നുള്ള ആ അറിവ് പ്രാഥമികമാകുന്ന അറിവ്, അതായത് ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ യേശു നമ്മുടെ രക്ഷകനാണെന്നുള്ളത് പ്രാഥമികമാകുന്ന അറിവാണ്. എന്നാൽ നമ്മുടെ ജീവിതം പിന്നെയും കിടക്കുകയല്ലേ നമ്മൾ മരിക്കുന്നത് വരെ. ആ ജീവിതത്തിലുടനീളം നമ്മൾ ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ യേശു രക്ഷകനാണെന്നുള്ള പ്രാഥമികമാകുന്ന അറിവിൽ നിന്നും യേശു ഈ ഭൂമിയിൽ എങ്ങനെയാണ് പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചതെന്നും എങ്ങനെയാണ് ജയകരമായി അവിടുന്ന് ജീവിച്ചതെന്നും അറിയുവാൻ നമുക്ക് കഴിയുന്നതിനാലാണ് പ്രായോഗികമാകുന്ന ജീവിതത്തിൽ ദൈവഭക്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഈ പത്രോസ് അപ്പോസ്തലൻ ഒരിക്കലും തനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ലായിരുന്നു. പൗലോസിനെ പോലെയുള്ള പാണ്ഡിത്യമില്ലായിരുന്നു. പൗലോസിനെ പോലെ തനിക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിലൊന്നും വലിയ ജ്ഞാനമൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം, മുക്കുവനാകുന്ന ആ മനുഷ്യനാണ്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇതെഴുതാൻ കഴിഞ്ഞത്? എഴുതാൻ കഴിഞ്ഞത് മറ്റൊന്നും അല്ല. അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ഒപ്പം നടന്ന് കർത്താവ് ആരാണെന്ന് തനിക്കറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമുക്കും അതുപോലെ ജീവിക്കാൻ കഴിയും. കർത്താവ് ആരാണെന്നും എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്നും എങ്ങനെയാണ് ഓരോ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് ജയിച്ചതെന്നും തിരിച്ചറിയുകയും അങ്ങനെ ജീവിപ്പാനായി പിതാവ് എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുത്രൻ എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പിതാവിലുള്ള ആശ്രയത്താൽ ഇവിടെ ജീവിച്ചുവോ അതുപോലെ നമ്മൾ ജീവിക്കത്തക്കവണ്ണം കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ കർത്താവിന്റെ പരിജ്ഞാനത്താൽ കർത്താവിന്റെ പരിജ്ഞാനത്താലാണ് നമുക്ക് ജയകരമായി ജീവിപ്പാൻ കഴിയുന്നത്. ഇതാണ് പത്രോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് അനേകർക്ക് ജയകരമായിട്ട് ജീവിക്കാൻ കഴിയാത്തത്? രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. അതിന്റെ വിഷയം അവർ യേശുവിനെ രക്ഷകനെന്നുള്ള തലത്തിൽ മാത്രമേ ഇന്നും അവരറിയുന്നുള്ളൂ. അതിന്റെ അപ്പുറമായിട്ട് അവർക്കൊരറിവില്ല. അതുകൊണ്ടല്ലേ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ആ നല്ല പുരോഹിതനെന്നൊക്കെ പറഞ്ഞേച്ച് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പൗരോഹിത്യത്തെ കുറിച്ച് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള
ആ പുരോഹിതനെ കുറിച്ച് അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് തുടങ്ങി. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അങ്ങനെ പറഞ്ഞ് വരുമ്പം ഉടനെ പറയുക, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടില്ല, ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. നിങ്ങള് മാന്യമുള്ളവരായി തീർന്നു. നിങ്ങൾക്ക് ആ ഇനീഷ്യൽ ലെസണെ ഇപ്പോഴും അറിയത്തുള്ളൂ. നോക്കിയേ, ഇനീഷ്യൽ ലെസണെ അവർക്ക് ഇപ്പോഴും അറിയത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർ വന്നിട്ടില്ല. ഇന്നത്തെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം, രക്ഷിക്കപ്പെട്ടവര് തന്നെ ഉണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം തന്നെയുണ്ട് നമ്മുടെ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ആ ഇനീഷ്യലി കർത്താവിനെ കുറിച്ചുള്ള അവരുടെ രക്ഷയെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. യേശു രക്ഷകനാണെന്ന് മാത്രം അറിഞ്ഞു. പിന്നെ അതിനപ്പുറമാകുന്ന ഒരു അറിവ് കർത്താവിന് ഇല്ല, അവർക്ക് പലർക്കും ഇല്ല. കർത്താവ് എങ്ങനെയാണ് ഈ കർത്താവ് ജയകരമായി ജീവിച്ചെന്നും, പലപ്പോഴും നമ്മള് ഈ കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിന്റെ ഒപ്പം യാത്ര ചെയ്തപ്പം ഈ അവർക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാക്കിയ കാര്യം, അവർക്ക് വലിയ അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ അവര് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പം ശിഷ്യന്മാര് എല്ലാം കൂടി വന്നേച്ച് ഇതെങ്ങനെയാണ് ഇത് ചെയ്തത്, ഇതിന്റെ ട്രിക്ക് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നൊന്നും കർത്താവിനോട് ശിഷ്യന്മാര് പറഞ്ഞിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. എന്നാല് ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാകുന്നൊരു കാര്യം, കർത്താവ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ശിഷ്യന്മാര് പറയുക, ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ആരായിരുന്നുവോ, എങ്ങനെ കർത്താവ് ജീവിച്ചുവോ, എന്തൊക്കെ കർത്താവ് ചെയ്തോ, ആ കാര്യത്തിനും കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനും തമ്മിലൊരു വലിയ ബന്ധമുണ്ടെന്ന് ശിഷ്യന്മാര് മനസ്സിലാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് എപ്രകാരം ഭൂമിയില് ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചു, കർത്താവ് ആരായിരുന്നു, കർത്താവ് എന്തൊക്കെ ചെയ്തു, ആ ചെയ്തത് ട്രിക്ക് പറഞ്ഞു തരാനല്ല അവരാവശ്യപ്പെട്ടത്. പിന്നെ അതിനെല്ലാം ആധാരമായിരിക്കുന്നത്, അതിന്റെ എല്ലാം കീ എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ആ ബന്ധമാണെന്നുള്ളത് ശിഷ്യന്മാര് തിരിച്ചറിയും. അതുകൊണ്ട് ശിഷ്യന്മാരെന്താ പറയുന്നത്? ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എങ്ങനെയാണ് പിതാവുമായിട്ട് ബന്ധപ്പെടാൻ? കർത്താവിന്റെ ആ ഇന്റൻസ് പ്രയർ ലൈഫ്, അത് ശിഷ്യന്മാർക്ക് അത്ഭുതകരമായിരുന്നു. സത്യത്തിൽ നമ്മളും ആഗ്രഹിക്കേണ്ടത് അതൊക്കെ തന്നെ. കാരണം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്താകെ കൂടെ പ്രാർത്ഥന എന്താ? നമ്മൾ നിശ്ചയമായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയണം. നമ്മുടെ കുറെ സെറ്റായിട്ടുള്ള കുറെ ആവശ്യങ്ങൾ പറയുന്ന ഏതോ ഒരു പ്രക്രിയ മാത്രമാണ് പ്രാർത്ഥന. നമുക്ക് സത്യത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന് അങ്ങനെ ആവശ്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. സത്യത്തിൽ നമ്മള് എല്ലാ സന്ദർഭങ്ങളിലും കർത്താവിന്റെ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ആ കാര്യങ്ങളിലെല്ലാം തന്നെ കർത്താവ് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു രാത്രിയിൽ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് മലയിൽ കയറിപ്പോയിട്ട് പ്രഭാതത്തിൽ ശിഷ്യന്മാരെ എല്ലാരെയും കൂടെ
വിളിച്ചേച്ച് അവരിൽ 12 പേരെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ ആ രാത്രി മുഴുവൻ എന്തായിരിക്കും കർത്താവ് പ്രാർത്ഥിച്ചത്? ഇത് എന്റെ ഒരു ഇമാജിനേഷനാണ്, പക്ഷെ ദൈവവചനപ്രകാരം ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അതായത് കർത്താവ് നമ്മെ പോലെ ഒരു മനുഷ്യനാണല്ലോ. ആണോ അല്ലയോ? ആണോ? നമ്മെ പോലെ ഒരു മനുഷ്യനാണ്. നമ്മെ പോലെ എല്ലാ തലങ്ങളിലും കർത്താവ് എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടെന്ന എബ്രായ ലേഖനകാരൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മെ പോലെ കർത്താവ് എന്ത് ചെയ്തു? എല്ലാ തലങ്ങളിലും കർത്താവ് എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ടും കർത്താവിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. ഈ പാപം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? പാപമെന്ന് പറഞ്ഞാൽ ബേസിക്കലി അടിസ്ഥാനപരമായി പാപത്തിന്റെ ഒരു തിയോളജിക്കൽ ഡെഫിനിഷൻ ദൈവവചനം നമ്മൾ ആഴമായി പഠിച്ചാൽ മനസ്സിലാകും. മിസ്സിംഗ് ദ മാർക്ക് ആൻഡ് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്സിംഗ് ദ മാർക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യാനായിട്ടിരിക്കുന്നു, പക്ഷെ തൊടുത്ത് വിട്ടു കഴിഞ്ഞപ്പോ ആ ലക്ഷ്യത്തിൽ കൊണ്ടില്ല, അതിനപ്പുറത്താ പോയത്. ആ മാർക്ക് മിസ് ചെയ്തു. അതിന് കൊടുക്കുന്ന പേരാണെന്ത്? പാപം. പിന്നെ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ബൗണ്ടറി, അതിരുണ്ട്, ആ അതിരുകളുടെ അപ്പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതാണ് എന്ത്? പാപം. ഇത് മറന്നു പോകരുത്. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ പോകും, അതുകൊണ്ടായിരുന്നു മറന്നു പോകരുത് ഞാൻ പറയുന്നത്. മിസ്സിംഗ് ദ മാർക്ക് ആൻഡ് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ബൗണ്ടറി. ഇനി ഒന്ന് മനസ്സിൽ വെച്ച്, കർത്താവ് നമുക്ക് തുല്യമായിട്ട് എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. അതായത് ലേഖനകാരൻ പറയുന്നത്, ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ്. എല്ലാത്തിലും എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയല്ല പാപം. പിന്നെന്താ? പരീക്ഷിക്കപ്പെടുമ്പോൾ അതിനകത്ത് വീണു പോകുന്നതാണ് എന്ത്? പാപം. ആ ലക്ഷ്യം തെറ്റുന്നതാണ് എന്ത്? പാപം. അല്ലെ ബൗണ്ടറിക്ക് വെളി പോകുന്നതാണ് പാപം. ഇനിയും ഒന്ന് മനസ്സിലാക്കിക്കേ, നമ്മുടെ കർത്താവ് നമ്മെ പോലെ തന്നെയായിരുന്നു. അപ്പൊ അതേ സമയം തന്നെ കർത്താവ് ആരായിരുന്നു? ദൈവമായിരുന്നല്ലോ. കാരണം നഥനയേല് ആ മരത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു? കണ്ടു. പിന്നെ മത്സ്യത്തിന്റെ വായിലുള്ള ചതുർദ്രഹ്മപ്പണം കണ്ടു. അപ്പൊ കർത്താവിന് എന്തുണ്ട്? മുന്നമേ കാര്യങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. കാരണം അവിടുന്ന് എന്താ? ദൈവമാണല്ലോ. പിന്നെ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, മനുഷ്യരിലുള്ളത് എന്തെന്ന് കർത്താവിന് എന്തറിയായിരുന്നു? അറിയായിരുന്നു. സ്വതവേ അറിയായിരുന്നു. അറിയാമല്ലോ, മനുഷ്യരിലുള്ളത് എന്തെന്ന് കർത്താവിന് അറിയായിരുന്നു. ഇനിയും എന്റെ ഒപ്പം ഒന്ന് വന്നേ. കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ടൊരു മലയിലേക്ക് കടന്നുപോയി. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രാവിലെ വന്ന് അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു? വാദിച്ചു. ഇനിയും ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? മനസ്സിലാകുന്നുണ്ടോ കാര്യം? യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് അറിയുമായിരുന്നോ? ഇല്ലായിരുന്നു. ആദ്യം തൊട്ടേ അറിയായിരുന്നു. പിന്നെന്തിനാ കർത്താവ് യൂദായെ തെരഞ്ഞെടുത്തേ? അപ്പൊ നമുക്ക് വേറൊരു കുസൃതി ചിന്ത വരും. തെരഞ്ഞെടുത്തില്ലായിരുന്നേ ഒറ്റിക്കൊടുക്കുമായിരുന്നു, ഒറ്റിക്കൊടുത്തില്ലായിരുന്നേ ക്രൂശി മരിക്കുമായിരുന്നു, ക്രൂശി മരിച്ചില്ലായിരുന്നേ രക്ഷ കിട്ടി. അതൊന്ന് മാറ്റി അതിനെക്കുറിച്ച് വ്യക്തമാകുന്ന വിശദീകരണം എനിക്ക് തോന്നുന്നു ഞാൻ തന്നിട്ടുണ്ടെന്ന്. അഥവാ ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം. അത് നമ്മുടെ വിഷയമല്ല.
മനുഷ്യൻ എന്ന നിലയിൽ ഒന്ന് ചിന്തിച്ച്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സഭയിലോട്ട് ഒരാൾ വരിക, നമുക്ക് വലിയ ദിവ്യദൃഷ്ടി ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ഉദാഹരണം ഞാനങ്ങ് പറയാം. ഒരാൾ വരിക, അപ്പൊ എനിക്കറിയാമെന്നിരിക്കട്ടെ, അയാൾ ഇരുന്ന സഭയിലൊക്കെ അയാൾ ഉപദേശിമാരെ വെള്ളം കുടിപ്പിച്ച ഒരാളാണ് എന്ന് എനിക്കറിയാമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ ന്യായമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നേ? എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്? അവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പാരയാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാനെന്ത് ചെയ്യും? അവനെ ഒഴിവാക്കും. ഒഴിവാക്കുമോ ഇല്ലയോ? അതിന്റെ കാര്യം തന്നെ, ഞാനെന്താ? അല്ല, അതല്ല, ഞാൻ ആരാ? മനുഷ്യനല്ലേ. ഇനി ഇതേ യാഡ് സ്റ്റിക്ക് നമ്മുടെ കർത്താവിനൊന്ന് അപ്ലൈ ചെയ്തേ. മനുഷ്യനാകുന്ന കർത്താവിന് എന്ത് ടെംപ്റ്റേഷൻ ജീവിതത്തിൽ വന്നു കാണും? ഒത്തിരി പേരുണ്ടല്ലോ ചൂസ് ചെയ്യാൻ. അപ്പൊ കർത്താവിന് പത്രോസിനെ അറിയായിരുന്നു, യൂദായെയും അറിയായിരുന്നു, എല്ലാരെയും അറിയായിരുന്നു. എന്ത് ടെംപ്റ്റേഷൻ വന്നു കാണും? ഇവരെയൊക്കെ ഒഴിവാക്കാനുള്ള ടെംപ്റ്റേഷൻ അങ്ങനൊന്നും ചിന്തിക്കരുത്, വന്ന് കാണുകയെന്നൊന്നും പറയരുത്. കാരണം വചനം പഠിപ്പിക്കുന്നത് എന്താ? സകലത്തിലും നമുക്ക് തുല്യനായിട്ട് എന്ത് ചെയ്തു? അല്ലേ പിന്നെ കർത്താവ് നമുക്ക് തുല്യനാകുന്നില്ല. ആകുമോ ഇല്ലയോ? അല്ലെ പിന്നെ കർത്താവിന്റെ ജീവിതം നമുക്ക് മാതൃകയാകുന്നില്ല. കർത്താവ് ഒരു ഹയർ ലെവലിലായിരുന്നു, മാനുഷികമാകുന്ന ലെവലിന്റെ അപ്പുറത്തെ, അതായത് ദൈവം എന്ന നിലയിലായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് കർത്താവ് മാതൃകയാകത്തില്ല. യെസ്, യൂദായിക്ക് അപ്പം തെരഞ്ഞെടുക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു, പിന്നെ അങ്ങനെ തോന്നിച്ചതായിരിക്കുമോ? അല്ലല്ല, ആദ്യമേ തന്നെ കർത്താവിനെ അറിയായിരുന്നു. അത് വേദപുസ്തകത്തില് ഉണ്ട്. അത് പിന്നീടുണ്ട്. അവന് തോന്നിച്ചെന്നും, പക്ഷേ അവന്റെ സ്വഭാവം എന്താണെന്ന്, അത് മാത്രമല്ലല്ലോ, മനുഷ്യരിലുള്ളത് എന്തെന്ന് കർത്താവിന് സ്വയമായിട്ട് കർത്താവിന് അറിയായിരുന്നു. മാത്രമല്ല, പിന്നീട് തോന്നിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനല്ല, യൂദാ ആരാണെന്ന് കർത്താവിന് അറിയായിരുന്നു. ഇനി അവൻ എന്ത് ചെയ്യുമെന്ന്, കാരണം എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ അല്ല, പണസഞ്ചയനെ മാത്രമല്ല, പിന്നെ തന്നെ കാണിച്ചു കൊടുത്ത യൂദാ എന്നും യൂദാ എന്ത് ചെയ്യുമെന്നും കർത്താവിന് അറിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. യൂദാ, കാരണം ദൈവം എന്ന നിലയിൽ കർത്താവിന് നിശ്ചയമായിട്ടും അറിയായിരുന്നു, എല്ലാരെയും അറിയായിരുന്നു. പക്ഷെങ്കിൽ ഇവരെ എല്ലാം എന്ത് ചെയ്തു? അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ? ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവിന്റെ സാന്നിധ്യത്തില് കർത്താവ് സമയം ചെലവഴിച്ചപ്പോഴാണ് തന്റെ ഇഷ്ടത്തെക്കാളും പിതാവിന്റെ ഇഷ്ടം തന്നിൽ നടക്കാനായിട്ട് കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? ഏൽപ്പിച്ചു കൊടുക്കാൻ. നമ്മൾ ആരും ചിന്തിക്കരുത്. രാത്രി മുഴുവൻ ഇത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഗെത്സമനയുടെ ആ പ്രാർത്ഥനയുടെ അവസരത്തിലാണ് നമ്മൾ കാണുന്നത്. ഗെത്സമനയില്ല, കർത്താവേ, പിതാവേ, ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലെന്ന് കർത്താവിന് അറിയത്തില്ലായിരുന്നോ? ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്. പത്രോസിനോട് പറഞ്ഞ, മനുഷ്യപുത്രനെ അവര് എന്ത് ചെയ്യും? അവർ കൊല്ലുകയും പിടിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കുകയും അവര് മനുഷ്യപുത്രനെ ഇന്നത് കർത്താവിന് അറിയായിരുന്നു. അറിയത്തില്ലേ? അറിയായിരുന്നു. കർത്താവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് താൻ വന്നതെന്നും എന്ത് തനിക്ക് ഭവിക്കുമെന്നും എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ആ കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നോക്കിയേ. മനുഷ്യനാകുന്ന കർത്താവ്, മനുഷ്യനാകുന്ന ആ കർത്താവ് പറയുകയാണ്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. It is as though he doesn't know whether it will be pleased.
ഇറ്റ് വിൽ പ്ലീസ് ദ ഫാദർ അറ്റ് ലാസ്റ്റ് ടു റിമൂവ് ദാറ്റ്. അതായത് അവസാനം ഇത് മാറ്റാൻ ഒരു പക്ഷേ പിതാവിന് ഇഷ്ടം തോന്നുമോ എന്ന് തോന്നത്തക്ക നിലയിൽ നോക്കിയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? പിതാവിനെ അറിയുവാൻ, പിതാവിന്റെ ഹൃദയത്തുടിപ്പറിയുവാൻ, പിതാവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് കർത്താവ് പ്രാർത്ഥനയെ കണ്ടത്. അതുകൊണ്ടാണ് കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതമാണ് ശിഷ്യന്മാരെ ഭയങ്കര അമ്പരപ്പിച്ചു. അവരാവശ്യപ്പെട്ടത്, കർത്താവേ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊന്ന് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കർത്താവിനെ നോക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിനെ അറിയാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് ആരാണെന്നും കർത്താവ് എങ്ങനെ ജീവിച്ചെന്നും നമ്മൾ അറിയാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മുടെ പ്രധാനപ്പെട്ട ആ വിഷയമായി തീരുമ്പോഴാണ് ഈ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടത് നമുക്ക് ദാനമായി തന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക അനുഭവത്തിലേക്ക് വരുന്നത്. നമ്മൾ കർത്താവിനെ നോക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താനായിട്ട് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോഴാണ് നമ്മൾ ശാന്തമായിട്ട് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് സുവിശേഷം വായിക്കുന്നത്. ആ ഓരോ ഭാഗം ഞാൻ ഒത്തിരി ഒന്നും വായിക്കാറില്ല. ഇപ്പൊ കുറച്ച് ഭാഗം വായിക്കും. വേണമെങ്കിൽ ഒരു പാരഗ്രാഫ്, അല്ലെ 10 വാക്യം, അല്ലെ 15 വാക്യം, അതിനുള്ളിൽ വായിക്കാറില്ല. ചിലപ്പോഴാണ് ഒരു അധ്യായം മുഴുവൻ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത് വായിക്കുമ്പോൾ തന്നെ ആ കർത്താവിനെ കുറിച്ച്, എന്റെ പ്രിയനെ, ഞാൻ ഇത്രയും കാലം ഞാൻ എത്ര പ്രാവശ്യം വായിച്ചെന്നുള്ളത് ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല. എനിക്കത് വിഷയമല്ല. വളരെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, അത്രേ എനിക്കറിയത്തുള്ളൂ. പക്ഷെങ്കില് ഓരോ തവണയും വായിക്കുമ്പോഴും അല്പം കർത്താവിന്റെ ആ പരിജ്ഞാനം ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സ്ലോലിയാണ് ബിൽഡപ്പ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. അപ്പൊ ആ കർത്താവിന്റെ പരിജ്ഞാനത്താലാണ് ഈ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും തന്നേക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ ഇടയ്ക്കും തലയ്ക്കലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നതിനല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ലൈഫിൽ ഓരോ ദിവസവും ഈ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? താഴോട്ട് നമ്മൾ വായിക്കുന്നത്, അങ്ങനെ നമ്മൾ ആ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട്. ഏത് വാഗ്ദാനം? ഏറ്റവും വിലയേറിയ വാഗ്ദാനം എന്താ? ഏറ്റവും വലിയ പ്രോമിസ് എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ ജീവിതമാണ്. സോ പ്രോമിസിങ് ഫോർ അസ്. യേശു കർത്താവിന്റെ ജീവിതമാ ഏറ്റവും മഹത്താകുന്ന പ്രോമിസ്. അതിലാണ് നമുക്ക് പ്രത്യാശയുള്ളത്. കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ ഭക്തിയോടെ ജീവിച്ചുവോ ആ ഒരു പ്രോമിസ്, ആ വിലയേറിയ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് അവയാൽ, ആ വാഗ്ദത്തങ്ങളാൽ, കർത്താവിന്റെ ജീവിതവും കർത്താവ് പറഞ്ഞ കാര്യങ്ങളും ആ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അവയാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നോക്കിയേ, അപ്പൊ നമ്മുടെ ആ ഒരു കാര്യമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ നമുക്കിടവരികയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, കർത്താവിന്റെ ജീവിതം, കർത്താവിന്റെ പരിജ്ഞാനമാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ഉപവാസത്തിൽ, നമ്മുടെ ദൈവവചന പഠനത്തിൽ, നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നമുക്കുള്ള താല്പര്യം എന്തായിരിക്കണമെന്നറിയാമോ? ഓരോ ദിവസം കഴിയുമ്പോഴും കർത്താവിനെ നമ്മൾ ആഴമായിട്ട് അറിയുവാനുള്ളതാകുന്ന ആ താല്പര്യവും വാഞ്ചയും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പരിജ്ഞാനം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ കുറെ നമ്മുടേതാകുന്ന പരിശ്രമം കൊണ്ട് ചിലതൊന്നും ചെയ്താലൊന്നും പറ്റത്തില്ല, ഒന്നും പറ്റുകയില്ല. അത് നമ്മൾ കുറെ നേരം ഇങ്ങനെ അടക്കി പിടിച്ച് വെക്കുമെന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ആ ഉള്ളിന്റെ ഉള്ളിൽ അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ ആ പുറമേ ഉള്ള എക്സ്പ്രഷൻസ് മാത്രമല്ല, അകത്തുനിന്ന് നമുക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടയാകണമെങ്കിൽ നമ്മളെ വിളിച്ചവന്റെ ആ പരിജ്ഞാനത്താൽ നമ്മൾ ഓരോ ദിവസവും നിറയണം. സ്തോത്രം. അതുകൊണ്ടല്ലേ പത്രോസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴിതല്ലേ പറയുന്നത്? പൗലോസിലെ നമുക്കറിയാലോ, കർത്താവിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, ദ നോളജ്. പൗലോസ് എന്നാ പറയുന്നത്? ഞാൻ കർത്താവിനെ അറിയേണ്ടതിന്. മോശെ എന്നാ പറയുന്നത്? എനിക്ക് നിന്നോട് അങ്ങക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ അങ്ങേ അറിയുമാറാകട്ടെ. ദൈവത്തെ അറിയുക. അപ്പൊ ആ ഒരു പരിജ്ഞാനത്താൽ മാത്രമേ നമുക്ക് ലോകത്താലുള്ള മോഹത്താലുള്ള നാശം വിട്ടൊഴിയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും കഴിയത്തില്ല. അല്ലാതെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും കഴിയത്തില്ല. നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഒക്കുന്ന കാര്യങ്ങളല്ലെന്നേ. നമുക്ക് ജയകരമാകുന്ന ജീവിതം നമ്മുടെ ട്രൈയിങ്ങിലല്ല കാര്യം. എന്നാൽ നമുക്ക് ഉത്തരവാദിത്തമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല നമുക്ക് ജയകരമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. അതായത് ഈ ട്രൈയിങ്ങിലോ അല്ലെ കുറെ നമ്മൾ തപസ് ചെയ്തത് കൊണ്ടോ ഇതൊന്നും കഴിയത്തില്ല. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായെങ്കിലേ നമുക്കത് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മളെ രക്ഷകനാകുന്ന കർത്താവ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്ന തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ആ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അത് നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു ഈ തിരിച്ചറിവ് നമുക്ക് തന്നെങ്കിൽ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ, കാരണം വിലയേറിയ വാഗ്ദത്തങ്ങളും ശക്തിയും എല്ലാം ദാനം ചെയ്തിരിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുന്നില്ല? അതിനുവേണ്ടി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെയും തുടർന്നും